Next topic triple integrals in spherical coordinates. Three variable functions in the space closed and bounded region D ile triple integral spherical coordinates used to evaluate volume element dv equal to rho square sin phi d rho d phi d theta ആണ്. Spherical coordinate സിസ്റ്റത്തിൽ region D യെ partition ചെയ്യുന്നത് spherical wedges യൂസ് ചെയ്തിട്ടാണ്. ആ spherical wedges approximately ഒരു rectangular ബോക്സിൻ്റെ ഷേപ്പിലുള്ളതാണ്. അതിൻ്റെ ഒരു സൈഡ് റോ ഡി ഫൈ ലെങ്ത് ഉള്ള ഒരു സർക്കുലർ ആർക്കും അനദർ സൈഡ് റോ സൈൻ ഫൈ ഡി തീറ്റ ലെങ്ത് ഉള്ള ഒരു സർക്കുലർ ആർക്കും അതിൻ്റെ തിക്നെസ് ഡി റോയുമാണ്. അതിനെപ്പറ്റി കൂടുതലായിട്ടൊന്നും നമ്മുടെ സിലബസിൽ ഡിസ്കസ് ചെയ്യുന്നില്ല. സ്ഫെറിക്കൽ വെഡ്ജസിൻ്റെ ഷേപ്പ് അപ്രോക്സിമേറ്റ്ലി ഒരു റെക്റ്റാങ്കുലർ ബോക്സിൻ്റേതായതിനാൽ സ്ഫെറിക്കൽ വെഡ്ജസിൻ്റെ വോളിയം അതേ ഡയമെൻഷൻസിലുള്ള റെക്റ്റാങ്കുലർ ബോക്സിൻ്റെ വോളിയത്തിനോട് അപ്രോക്സിമേറ്റ്ലി ഈക്വൽ ആയിരിക്കും. റോ ഡി ഫൈ ബൈ റോ സൈൻ ഫൈ ഡി തീറ്റ ബൈ ഡി റോ ഡയമെൻഷൻസ് ഉള്ള ഒരു ബോക്സിൻ്റെ വോളിയം റോ ഡി ഫൈ ഇൻറ്റു റോ സൈൻ ഫൈ ഡി തീറ്റ ഇൻറ്റു ഡി റോ ആണ്. അതൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതിയാൽ റോ സ്ക്വയർ ഇൻറ്റു സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ എന്ന് കിട്ടും. അതാണ് ഇവിടെ വോളിയം എലമെൻറ്റ് ഡി വി ആയിട്ട് ചൂസ് ചെയ്തിട്ടുള്ളത്. ദാറ്റ് ഈസ് ഡി വി ഈക്വൽ ടു റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. Therefore, for any function f of rho phi theta triple integral over d f of rho phi theta dv equal to triple integral over d f of rho phi theta rho square sin phi d rho d phi d theta. Then ഈ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഐട്രേറ്റഡ് ഇൻ്റഗ്രൽസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുവാനുള്ള മെത്തേഡ് നോക്കാം. ഇവിടെ ആദ്യം വിത്ത് റെസ്പെക്ട് ടു റോ, ദെൻ വിത്ത് റെസ്പെക്ട് ടു ഫൈ ആൻഡ് ഫൈനലി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഈ ഒരു ഓർഡറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുവാനുള്ള സ്റ്റെപ്സാണ് പറഞ്ഞിട്ടുള്ളത്. വേറെ ഓർഡറിലാണെങ്കിലും സിമിലർ പ്രൊസീജിയർ തന്നെയാണ്. ആദ്യം റീജിയൻ ഡിയും ആ റീജിയൻ്റെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷൻ അതായത് ഷേഡോയും സ്കെച്ച് ചെയ്യുന്നു. എക്സ് വൈ പ്ലെയിനിലുള്ള ഷേഡോ റീജിയനെ ആർ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. റീജിയൻ ഡിയെ ബൗണ്ട് ചെയ്യുന്ന സർഫസുകൾ ലേബിൾ ചെയ്യുക. അതിനുശേഷം ഒറിജിനിൽ നിന്നും സെഡ് ആക്സിസുമായി ആംഗിൾ ഫൈ ക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരു റേ എം വരയ്ക്കുക. അതുപോലെ റേ എമ്മിൻ്റെ എക്സ് വൈ പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷനും വരയ്ക്കുന്നു. അത് ഒറിജിനിൽ നിന്നും സ്റ്റാർട്ട് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു റേ എൽ ആയിരിക്കും. ആ റേ എല്ല് പോസിറ്റീവ് എക്സ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിളിനെ തീറ്റ എന്ന് ഡിനോട്ട് ചെയ്യുന്നു. റോ ഇൻക്രീസ് ചെയ്യുമ്പോൾ റേ എല്ല് റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സർഫസ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്ന സർഫസും മാർക്ക് ചെയ്യുന്നു. റേ എം റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് റോ ഈക്വൽ ടു ജി വൺ ഓഫ് ഫൈ തീറ്റയിലൂടെയും റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്നത് റോ ഈക്വൽ ടു ജി ടു ഓഫ് ഫൈ തീറ്റയിലൂടെയും ആണെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ റോയുടെ ലിമിറ്റ്സ് വരുന്നത് റോ ഈക്വൽ ടു ജി വൺ ഓഫ് ഫൈ തീറ്റ മുതൽ റോ ഈക്വൽ ടു ജി ടു ഓഫ് ഫൈ തീറ്റ വരെ. ദെൻ ഫോർ എനി വാല്യൂ ഓഫ് തീറ്റ റേ എം പോസിറ്റീവ് സെഡ് എക്സുമായി ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ മിനിമം വാല്യൂ ഫൈ മിൻ എന്നും അതുപോലെ റേ എം പോസിറ്റീവ് സെഡ് എക്സുമായി ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ മാക്സിമം വാല്യൂ ഫൈ മാക്സ് എന്നും ഡിനോട്ട് ചെയ്യുന്നു. അങ്ങനെയാണെങ്കിൽ ഇൻ്റഗ്രേഷൻ്റെ ഫൈയുടെ ലിമിറ്റ്സ് വരുന്നത് ഫൈ ഈക്വൽ ടു ഫൈ മിൻ മുതൽ ഫൈ ഈക്വൽ ടു ഫൈ മാക്സ് വരെ. ദെൻ റേ എൽ റീജിയൻ ആറിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുവാൻ തീറ്റയുടെ വാല്യൂസ് തീറ്റ ഈക്വൽ ടു ആൽഫ മുതൽ തീറ്റ ഈക്വൽ ടു ബീറ്റ വരെ വാരി ചെയ്യണം എന്നുണ്ടെങ്കിൽ അതായിരിക്കും ഇൻ്റഗ്രേഷൻ്റെ തീറ്റയുടെ ലിമിറ്റ്സ്. ദെൻ ഈ ലിമിറ്റ്സ് യൂസ് ചെയ്ത് ഐട്രേറ്റഡ് ഇൻ്റഗ്രൽസ് ആയിട്ട് നമുക്ക് ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി എഫ് ഓഫ് റോ ഫൈ തീറ്റ ഡി വി ഈക്വൽ ടു ഇൻ്റഗ്രൽ തീറ്റ ഈക്വൽ ടു ആൽഫ ടു തീറ്റ ഈക്വൽ ടു ബീറ്റ ഇൻ്റഗ്രൽ ഫൈ ഈക്വൽ ടു ഫൈ മിൻ ടു ഫൈ ഈക്വൽ ടു ഫൈ മാക്സ് ഇൻ്റഗ്രൽ റോ ഈക്വൽ ടു ജി വൺ ഓഫ് ഫൈ തീറ്റ ടു റോ ഈക്വൽ ടു ജി ടു ഓഫ് ഫൈ തീറ്റ എഫ് ഓഫ് റോ ഫൈ തീറ്റ റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഇത് നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യുമ്പോൾ യൂസ്ഫുൾ ആകുന്ന ചില സർഫസുകളുടെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ നോട്ടിൽ തന്നിട്ടുള്ളത്. ഒറിജിൻ സെൻറ്ററായിട്ട് റേഡിയസ് സി യൂണിറ്റ്സ് ഉള്ള എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ഈക്വൽ ടു സി സ്ക്വയർ എന്നുള്ള സ്ഫിയറിൻ്റെ സ്ഫെറിക്കൽ കോർഡിനേറ്റ്സിലുള്ള ഇക്വേഷൻ റോ ഈക്വൽ ടു സി ആണ്. അതുപോലെ തീറ്റ ഈക്വൽ ടു സി എന്നുള്ള ഇക്വേഷൻ സ്ഫെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ റെപ്രസെൻറ്റ് ചെയ്യുന്നത് എക്സ് വൈ പ്ലെയിനിനോട് പെർപെൻഡിക്കുലറായിട്ട് സെഡ് ആക്സിലൂടെ കടന്നു പോകുന്ന പോസിറ്റീവ് എക്സ് ആക്സുമായി ആംഗിൾ സി ക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിലുള്ള ഒരു വെർട്ടിക്കൽ പ്ലെയിനിനെയാണ്. അതുപോലെ ഫൈ ഈക്വൽ ടു സി എന്നുള്ള ഇക്വേഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഒരു ഹാഫ് കോണിനെയാണ്. നമുക്ക് പ്രോബ്ലംസ് നോക്കാം. ഫസ്റ്റ് വൺ ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 ടു പൈ ഇൻ്റഗ്രൽ 0 ടു പൈ ഇൻ്റഗ്രൽ 0 ടു 2 സൈൻ ഫൈ റോ സ്ക്വയർ സൈൻ സ്ക്വയർ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് ഓൾറെഡി തന്നിട്ടുണ്ട്, നമുക്ക് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ റോ വാരി ചെയ്യുന്നത് റോ ഈക്വൽ ടു 0 മുതൽ റോ ഈക്വൽ ടു 2 സൈൻ ഫൈ വരെ. അതുപോലെ ഫൈ വാരി ചെയ്യുന്നത് ഫൈ ഈക്വൽ ടു 0 മുതൽ ഫൈ ഈക്വൽ ടു പൈ വരെ. തീറ്റ വാരി ചെയ്യുന്നത് തീറ്റ ഈക്വൽ ടു 0 മുതൽ തീറ്റ ഈക്വൽ ടു പൈ വരെ.
നമുക്കിത് ഐട്രേറ്റഡ് ഇൻറ്റഗ്രൽസ് ആയിട്ട് ഇവാലുവേറ്റ് ചെയ്യാം. ആദ്യം വിത്ത് റെസ്പെക്ട് ടു റോ ഇൻറ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾസ് ഫൈയും തീറ്റയും കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. നമുക്കറിയാം റോ സ്ക്വയറിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു റോയാണ് റോ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to pi ഇൻ്റഗ്രൽ 0 to pi റോ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 സൈൻ സ്ക്വയർ ഫൈ ഡി ഫൈ ഡി തീറ്റ. റോയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 8/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi ഇൻ്റഗ്രൽ 0 to pi സൈൻ റേസ് ടു 5 ഫൈ ഡി ഫൈ ഡി തീറ്റ. ദെൻ സൈൻ റേസ് ടു 5 ഫൈനെ നമ്മൾ ആദ്യം സൈൻ റേസ് ടു 4 ഫൈ ഇൻറ്റു സൈൻ ഫൈ എന്ന് എഴുതുന്നു. ദെൻ സൈൻ റേസ് ടു 4 ഫൈന് നമ്മൾ സൈൻ സ്ക്വയർ ഫൈ ഹോൾ സ്ക്വയർ എന്ന് എഴുതുന്നു. അതിനുശേഷം സൈൻ സ്ക്വയർ ഫൈക്ക് പകരം 1 മൈനസ് കോസ് സ്ക്വയർ ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 8/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi ഇൻ്റഗ്രൽ 0 to pi 1 മൈനസ് കോസ് സ്ക്വയർ ഫൈ ഹോൾ സ്ക്വയർ ഇൻറ്റു സൈൻ ഫൈ ഡി തീറ്റ. ദെൻ ഇതിനെ സബ്സ്റ്റിറ്റ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് വിത്ത് റെസ്പെക്ട് ടു ഫൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. അതിനുവേണ്ടി പുട്ട് കോസ് ഫൈ ഈക്വൽ ടു യു. ദെൻ ഡി യു ഈക്വൽ ടു മൈനസ് സൈൻ ഫൈ ഡി ഫൈ. അതിൽ നിന്നും മൈനസ് ഡി യു ഈക്വൽ ടു സൈൻ ഫൈ ഡി ഫൈ എന്ന് കിട്ടും. അതുപോലെ ഫൈ ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ യു ഈക്വൽ ടു കോസ് 0 വിച്ച് ഇസ് ഈക്വൽ ടു 1. അതുപോലെ ഫൈ ഈക്വൽ ടു പൈ ആകുമ്പോൾ യു ഈക്വൽ ടു കോസ് പൈ വിച്ച് ഇസ് ഈക്വൽ ടു -1. സോ ഫൈ ഈക്വൽ ടു 0 ആയിരിക്കുമ്പോൾ യുവിൻ്റെ വാല്യൂ 1ഉം ഫൈ ഈക്വൽ ടു പൈ ആയിരിക്കുമ്പോൾ യുവിൻ്റെ വാല്യൂ -1ഉം ആയിരിക്കും. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഗിവൺ ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഈക്വൽ ടു 8/3 ഇൻ്റഗ്രൽ 0 to pi ഇൻ്റഗ്രൽ 1 to -1 1 മൈനസ് യു സ്ക്വയർ ഹോൾ സ്ക്വയർ മൈനസ് ഡി യു ഡി തീറ്റ. ദെൻ മൈനസ് സൈൻ യൂസ് ചെയ്ത് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് റിവേഴ്സ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുമ്പോൾ 8/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to pi ഇൻ്റഗ്രൽ -1 to 1 മൈനസ് യു സ്ക്വയർ ഹോൾ സ്ക്വയർ ഡി യു ഡി തീറ്റ. ദെൻ നമുക്കറിയാം എഫ് ഓഫ് എക്സ് ഒരു ഈവൻ ഫംഗ്ഷൻ ആണെങ്കിൽ ഇൻ്റഗ്രൽ -a to a എഫ് ഓഫ് എക്സ് ഡി എക്സ് ഈക്വൽ ടു 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to a എഫ് ഓഫ് എക്സ് ഡി എക്സ്. ഇവിടെ 1 മൈനസ് യു സ്ക്വയർ ഹോൾ സ്ക്വയർ എന്നുള്ളൊരു ഈവൻ ഫംഗ്ഷൻ ആയതുകൊണ്ട് ഇൻ്റഗ്രൽ -1 to 1 മൈനസ് യു സ്ക്വയർ ഹോൾ സ്ക്വയർ ഡി യു എന്നുള്ളത് 2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 1 മൈനസ് യു സ്ക്വയർ ഹോൾ സ്ക്വയർ ഡി യു ആണ്. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 16/3 ഇൻ്റഗ്രൽ 0 to pi ഇൻ്റഗ്രൽ 0 to 1 മൈനസ് യു സ്ക്വയർ ഹോൾ സ്ക്വയർ ഡി യു ഡി തീറ്റ. ദെൻ 1 മൈനസ് യു സ്ക്വയർ ഹോൾ സ്ക്വയറിനെ എക്സ്പാൻഡ് ചെയ്യുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 16/3 ഇൻ്റഗ്രൽ 0 to pi ഇൻ്റഗ്രൽ 0 to 1 മൈനസ് 2 യു സ്ക്വയർ പ്ലസ് യു റേസ് ടു 4 ഡി യു. ദെൻ അതിനെ വിത്ത് റെസ്പെക്ട് ടു യു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 16/3 ഇൻ്റഗ്രൽ 0 to pi യു മൈനസ് 2 യു ക്യൂബ് ഡിവൈഡഡ് ബൈ 3 പ്ലസ് യു റേസ് ടു 5 ഡിവൈഡഡ് ബൈ 5 ഡി തീറ്റ. യുവിൻ്റെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 16/3 ഇൻ്റഗ്രൽ 0 to pi 1 മൈനസ് 2/3 പ്ലസ് 1/5 ഡി തീറ്റ. ദെൻ ഇൻ്റഗ്രാൻഡിനെ സിംപ്ലിഫൈ ചെയ്യുമ്പോൾ 8/15 എന്ന് കിട്ടും. അതിൽ നിന്നും വിച്ച് ഈസ് ഈക്വൽ ടു 16/3 ഇൻ്റഗ്രൽ 0 to pi 8/15 ഡി തീറ്റ. 8/15നെ ഇൻ്റഗ്രേഷൻ്റെ പുറത്തേക്ക് എടുക്കുമ്പോൾ 128 ഡിവൈഡഡ് ബൈ 45 ഇൻ്റഗ്രൽ 0 to pi ഡി തീറ്റ എന്ന് കിട്ടും. വിച്ച് ഈസ് ഈക്വൽ ടു 128 ഡിവൈഡഡ് ബൈ 45 ഇൻറ്റു തീറ്റ. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു 128 പൈ ഡിവൈഡഡ് ബൈ 45. അതാണ് ഗിവൺ ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ -π to 0 ഇൻ്റഗ്രൽ π/4 to π/2 റോ ക്യൂബ് സൈൻ 2 ഫൈ ഡി ഫൈ ഡി തീറ്റ ഡി റോ. ഇവിടെ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് തന്നിട്ടുണ്ട്. നമുക്ക് ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ ആദ്യം വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ഫൈ വാരി ചെയ്യുന്നത് ഫൈ ഈക്വൽ ടു π/4 മുതൽ ഫൈ ഈക്വൽ ടു π/2 വരെ. അതുപോലെ തന്നെ രണ്ടാമത് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. തീറ്റ വാരി ചെയ്യുന്നത് തീറ്റ ഈക്വൽ ടു -π മുതൽ തീറ്റ ഈക്വൽ ടു 0 വരെ. ദെൻ റോ വാരി ചെയ്യുന്നത് റോ ഈക്വൽ ടു 0 മുതൽ റോ ഈക്വൽ ടു 2 വരെ. നമുക്ക് ആദ്യം വിത്ത് റെസ്പെക്ട് ടു ഫൈ ഇൻ്റഗ്രേറ്റ് ചെയ്യാം. ആ ടൈമിൽ വേരിയബിൾസ് റോ ആൻഡ് തീറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ റോ ക്യൂബ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. സൈൻ 2 ഫൈയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ് മൈനസ് കോസ് 2 ഫൈ ഡിവൈഡഡ് ബൈ 2. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ -π to 0 റോ ക്യൂബ് ഇൻറ്റു മൈനസ് കോസ് 2 ഫൈ ഡിവൈഡഡ് ബൈ 2 ഡി തീറ്റ ഡി റോ. ഫൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ -π to 0 റോ ക്യൂബ് ഇൻറ്റു മൈനസ് കോസ് പൈ ഡിവൈഡഡ് ബൈ 2 പ്ലസ് കോസ് π/2 ഡിവൈഡഡ് ബൈ 2 ഡി തീറ്റ ഡി റോ. നമുക്കറിയാം കോസ് പൈ എന്നുള്ളത് -1 ആണ്. അതുപോലെ കോസ് π/2 എന്നുള്ളത് 0 ആണ്. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ -π to 0 റോ ക്യൂബ് ഇൻറ്റു 1/2 പ്ലസ് 0 ഡി തീറ്റ ഡി റോ വിച്ച് ഇസ് ഈക്വൽ ടു
1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 ഇൻ്റഗ്രൽ മൈനസ് പൈ ടു 0 റോ ക്യൂബ് ഡി തീറ്റ ഡി റോ. ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ റോ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ റോ ക്യൂബ് ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. അതിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു തീറ്റയാണ് റോ ക്യൂബ് ഇൻറ്റു തീറ്റ. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/2 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2 റോ ക്യൂബ് തീറ്റ ഡി റോ. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു π/2 ഇൻ്റഗ്രൽ 0 to 2 റോ ക്യൂബ് ഡി റോ. ദെൻ വിത്ത് റെസ്പെക്ട് ടു റോ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ റോ ക്യൂബിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു റോയാണ് റോ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു π/2 ഇൻറ്റു റോ റേസ് ടു 4 ഡിവൈഡഡ് ബൈ 4. റോയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 2π എന്ന് കിട്ടും. അതാണ് ഗിവൺ ട്രിപ്പിൾ ഇൻ്റഗ്രലിൻ്റെ വാല്യൂ. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഫൈൻഡ് ദി വോളിയം ഓഫ് ദി ഐസ്ക്രീം കോൺ ഡി കട്ട് ഫ്രം ദി സോളിഡ് സ്ഫിയർ റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 ബൈ ദി കോൺ ഫൈ ഈക്വൽ ടു π/3. സോ ഇവിടെ ഒരു ഐസ്ക്രീം കോണിൻ്റെ വോളിയം കണ്ടുപിടിക്കുവാനാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്കറിയാം റോ ഈക്വൽ ടു സി എന്നുള്ളത് സി റേഡിയസ് ഉള്ള സ്ഫിയറിൻ്റെ ഇക്വേഷൻ ആണ്. റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സി എന്നുള്ളത് സി റേഡിയസ് ഉള്ള സോളിഡ് സ്ഫിയറിൻ്റെ ഇക്വേഷൻ ആണ്. സോ റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ളത് 1 റേഡിയസ് ഉള്ള സോളിഡ് സ്ഫിയറിൻ്റെ ഒരു ഇക്വേഷൻ ആണ്. അതുപോലെ തന്നെ ഫൈ ഈക്വൽ ടു π/3 എന്നുള്ളത് ഹാഫ് കോണിൻ്റെ ഇക്വേഷനാണ്. സോ റോ ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1 എന്നുള്ള സോളിഡ് സ്ഫിയറിനെ ഫൈ ഈക്വൽ ടു π/3 എന്നുള്ള കോൺ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സോളിഡിൻ്റെ വോളിയം കണ്ടുപിടിക്കുവാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ആ സോളിഡ് ഒരു ഐസ്ക്രീം കോണിൻ്റെ ഷേപ്പിലുള്ളതായിരിക്കും. അതിവിടെ സ്കെച്ച് ചെയ്ത് തന്നിട്ടുണ്ട്. ആ റീജിയനും അതുപോലെ തന്നെ ആ റീജിയൻ ഡിയുടെ XY പ്ലെയിനിലേക്കുള്ള ഷാഡോയും ഇവിടെ സ്കെച്ച് ചെയ്യുന്നു. റീജിയൻ ഡിയുടെ XY പ്ലെയിനിലേക്കുള്ള ഷാഡോ 1 യൂണിറ്റ് റേഡിയസ് ഉള്ള ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള സർക്കിളാണ്. അതവിടെ ഷെയ്ഡ് ചെയ്ത് തന്നിട്ടുണ്ട്. നമുക്കറിയാം വോളിയം ഓഫ് ഡി ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി വി. നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു റോ, അതിനുശേഷം വിത്ത് റെസ്പെക്ട് ടു ഫൈ ആൻഡ് ഫൈനലി വിത്ത് റെസ്പെക്ട് ടു തീറ്റ ഈ ഒരു ഓർഡറിലാണ് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നത്. ആ ഒരു ഓർഡറിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോഴുള്ള ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുവാൻ വേണ്ടി ആദ്യം ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന വിധത്തിൽ പോസിറ്റീവ് സെഡ് ആക്സിസുമായി ഫൈ എന്നുള്ള ആംഗിൾ ക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരു റേ എം കൺസിഡർ ചെയ്യുന്നു. അതുപോലെ തന്നെ റേ എമ്മിൻ്റെ XY പ്ലെയിനിലേക്കുള്ള പ്രൊജക്ഷനായിട്ട് വരുന്ന റേ എല്ലും വരയ്ക്കുന്നു. ദെൻ ഇൻ്റഗ്രേഷൻ്റെ റോയുടെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി റോ ഇൻക്രീസ് ചെയ്യുന്നതിനനുസരിച്ച് റേ എം റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്ന സർഫസ് മാർക്ക് ചെയ്യുന്നു. അതുപോലെ തന്നെ റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്ന സർഫസ് മാർക്ക് ചെയ്യുന്നു. റേ എം റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് ഒറിജിനിലൂടെയാണ്, അതായത് റോ ഈക്വൽ ടു 0യിലൂടെയാണ്. അതുപോലെ തന്നെ റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്നത് റോ ഈക്വൽ ടു 1 എന്നുള്ള സ്ഫിയറിലൂടെയാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ റോയുടെ ലിമിറ്റ്സ് വരുന്നത് റോ ഈക്വൽ ടു 0 മുതൽ റോ ഈക്വൽ ടു 1 വരെ. അതുപോലെ തന്നെ തീറ്റയുടെ വാല്യൂ ഏത് തന്നെയായാലും റേ എം പോസിറ്റീവ് സെഡ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ മിനിമം വാല്യൂ ഫൈ ഈക്വൽ ടു 0 അതായത് ഫൈ മിൻ ഈക്വൽ ടു 0. അതുപോലെ തന്നെ റേ എം പോസിറ്റീവ് സെഡ് ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിളിൻ്റെ മാക്സിമം വാല്യൂ ഫൈ ഈക്വൽ ടു π/3 ആണ്, അതായത് ഫൈ മാക്സ് ഈക്വൽ ടു π/3. സോ ഫൈ വാരി ചെയ്യുന്നത് ഫൈ ഈക്വൽ ടു 0 മുതൽ ഫൈ ഈക്വൽ ടു π/3 വരെ. ദെൻ റീജിയൻ ആറിനെ ഫുള്ളായിട്ട് കവർ ചെയ്യണമെങ്കിൽ തീറ്റയുടെ വാല്യൂ തീറ്റ ഈക്വൽ ടു 0 മുതൽ തീറ്റ ഈക്വൽ ടു 2π വരെ വാരി ചെയ്യണം. സോ അതായിരിക്കും ഇൻ്റഗ്രേഷൻ്റെ തീറ്റയുടെ ലിമിറ്റ്സ്, അതായത് തീറ്റ വാരി ചെയ്യുന്നത് തീറ്റ ഈക്വൽ ടു 0 മുതൽ തീറ്റ ഈക്വൽ ടു 2π വരെ. ദെൻ ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് ആ റീജിയൻ ഡിയുടെ വോളിയം കണ്ടുപിടിക്കാം. വോളിയം ഓഫ് ഡി ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി ഡി വി വിച്ച് ഈസ് ഈക്വൽ ടു ട്രിപ്പിൾ ഇൻ്റഗ്രൽ ഓവർ ഡി റോ സ്ക്വയർ സൈൻ ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ തീറ്റ ഈക്വൽ ടു 0 ടു തീറ്റ ഈക്വൽ ടു 2π ഇൻ്റഗ്രൽ ഫൈ ഈക്വൽ ടു 0 ടു ഫൈ ഈക്വൽ ടു π/3 ഇൻ്റഗ്രൽ റോ ഈക്വൽ ടു 0 ടു റോ ഈക്വൽ ടു 1 റോ സ്ക്വയർ സൈൻസ് ഫൈ ഡി റോ ഡി ഫൈ ഡി തീറ്റ. ദെൻ നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് ടു റോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾസ് ഫൈ ആൻഡ് തീറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ സൈൻ ഫൈ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. റോ സ്ക്വയറിൻ്റെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു റോയാണ് റോ ക്യൂബ് ഡിവൈഡഡ് ബൈ 3. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 2π ഇൻ്റഗ്രൽ 0 ടു π/3 റോ ക്യൂബ് ഡിവൈഡഡ് ബൈ 3 സൈൻ ഫൈ ഡി തീറ്റ. റോയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 ടു 2π ഇൻ്റഗ്രൽ 0 ടു π/3 1/3 ഇൻറ്റു സൈൻ ഫൈ ഡി തീറ്റ. ഇത് നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഫൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾ തീറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സൈൻ ഫൈയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ് മൈനസ് കോസ് ഫൈ. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2π മൈനസ് കോസ് ഫൈ ഡി തീറ്റ. ഫൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ കോസ് π/3 എന്നുള്ളത് 1/2 അതുപോലെ കോസ് 0 എന്നുള്ളത് 1 അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2π 1 മൈനസ് 1/2 ഡി തീറ്റ വിച്ച് ഈസ് ഈക്വൽ ടു 1/6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 ടു 2π ഡി തീറ്റ.
വിച്ച് ഇസ് ഈക്വൽ ടു 1/6 ഇൻറ്റു തീറ്റ. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/6 ഇൻറ്റു 2π വിച്ച് ഇസ് ഈക്വൽ ടു π/3. അതാണ് ഗിവൺ റീജിയൻ ഡിയുടെ വോളിയം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലെറ്റ് ഡി ബി ദി സ്മോളർ ക്യാപ് കട്ട് ഫ്രം എ സോളിഡ് ബോൾ ഓഫ് റേഡിയസ് 2 യൂണിറ്റ്സ് ബൈ എ പ്ലെയിൻ 1 യൂണിറ്റ് ഫ്രം ദി സെൻറ്റർ ഓഫ് ദി സ്ഫിയർ. ഫൈൻഡ് ദി വോളിയം ഓഫ് ദി സോളിഡ്. ഇവിടെ തന്നിട്ടുള്ള സോളിഡ് ഡി 2 യൂണിറ്റ്സ് റേഡിയസ് ഉള്ള ഒരു സ്ഫിയറിനെ അതിൻ്റെ സെൻറ്ററിൽ നിന്നും 1 യൂണിറ്റ് ദൂരത്തിൽ ഒരു പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്മോളർ പോർഷനാണ്. ആ ഒരു പോർഷൻ്റെ വോളിയമാണ് ഇവിടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുള്ളത്. ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുവാൻ എളുപ്പത്തിന് വേണ്ടി ആ സോളിഡ് സ്ഫിയർ ഒറിജിൻ സെൻറ്റർ ആയിട്ടുള്ള ഒരു സ്ഫിയർ ആണെന്ന് അസ്യൂം ചെയ്യാം. സോ ഒറിജിൻ സെൻറ്റർ ആയിട്ട് 2 യൂണിറ്റ്സ് റേഡിയസ് ഉള്ള സ്ഫിയറിനെ ഒറിജിനിൽ നിന്നും 1 യൂണിറ്റ് ഡിസ്റ്റൻസിൽ ഒരു പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുന്നു. ആ പ്ലെയിൻ കാർട്ടീഷ്യൻ കോർഡിനേറ്റിൽ XY പ്ലെയിനിനോട് പാരലലായ z=1 എന്നുള്ള പ്ലെയിൻ ആയിരിക്കും. സോ സ്ഫിയറിനെ z=1 എന്ന പ്ലെയിൻ യൂസ് ചെയ്ത് കട്ട് ചെയ്യുമ്പോൾ കിട്ടുന്ന സ്മോളർ പോർഷനാണ് നമുക്ക് ആവശ്യമുള്ള റീജിയൻ ഡി. ആ റീജിയൻ്റെ അപ്പർ പോർഷൻ ബൗണ്ട് ചെയ്യുന്നത് ρ=2 എന്ന സ്ഫിയറും താഴെ ബൗണ്ട് ചെയ്യുന്നത് z=1 എന്നുള്ള പ്ലെയിനുമാണ്. ദെൻ റീജിയൻ ഡിയുടെ ഷാഡോ XY പ്ലെയിനിൽ വരയ്ക്കുക. അത് ഒറിജിൻ സെൻറ്റർ ആയിട്ട് 2 യൂണിറ്റ്സ് റേഡിയസ് ഉള്ള ഒരു സർക്കുലർ റീജിയൻ ആയിരിക്കും. ദെൻ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിക്കുവാൻ ഒറിജിനിൽ നിന്നും പോസിറ്റീവ് z ആക്സിസുമായി ആംഗിൾ ഫൈ ക്രിയേറ്റ് ചെയ്യുന്ന വിധത്തിൽ ഒരു റേ എം വരയ്ക്കുക. റോ ഇൻക്രീസ് ചെയ്യുമ്പോൾ റേ എം റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് z=1 എന്നുള്ള പ്ലെയിനിലൂടെയാണ്. അതിന് സ്ഫെറിക്കൽ കോർഡിനേറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുവാൻ പുട്ട് z=ρ cos φ. അങ്ങനെ സബ്സ്റ്റിറ്റ്യൂഷൻ കൊടുക്കുമ്പോൾ നമുക്ക് z=1 എന്നുള്ള പ്ലെയിനിൻ്റെ ഇക്വേഷൻ ρ cos φ = 1 എന്ന് കിട്ടും. അതായത് ρ=1/cos φ, ദാറ്റ് ഈസ് ρ=sec φ. റേ എം റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് ρ=sec φയിലൂടെയാണ്. അതല്ലെങ്കിൽ മറ്റൊരു മെത്തേഡ് യൂസ് ചെയ്തും ഈ ലിമിറ്റ്സ് കണ്ടുപിടിക്കാം. അതിനുവേണ്ടി z ആക്സിസും റേ എമ്മും z=1 എന്നുള്ള ലൈനും കൂടി ബൗണ്ട് ചെയ്യുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. റേ എം z ആക്സിസുമായി ക്രിയേറ്റ് ചെയ്യുന്ന ആംഗിൾ ഏതു തന്നെ ആയാലും ആംഗിൾ ഫൈയുടെ അഡ്ജസൻറ്റ് സൈഡിൻ്റെ ഡയമെൻഷൻ 1 യൂണിറ്റ് ആയിരിക്കും. ദെൻ cos φ = 1 ഹൈപ്പോട്ടേനിയസ്. അതിൽ നിന്നും ഹൈപ്പോട്ടേനിയസ് = 1/cos φ വിച്ച് ഇസ് ഈക്വൽ ടു sec φ. സോ റിക്വയർഡ് സർഫസിൻ്റെ ഇക്വേഷൻ ρ=sec φ. അത് ഏത് റേ എടുത്താലും ഇത് തന്നെയായിരിക്കും നമുക്ക് ഹൈപ്പോട്ടേനിയസ് കിട്ടുന്നത്. സോ അതിൻ്റെ ഇക്വേഷൻ ρ=sec φ. ഇങ്ങനെയും നമുക്ക് റോയുടെ ലിമിറ്റ്സ് കണ്ടുപിടിക്കാം. ഏത് മെത്തേഡായാലും റേ എം റീജിയൻ ഡിയിലേക്ക് എൻ്റർ ചെയ്യുന്നത് ρ=sec φയിലൂടെ. അതുപോലെ തന്നെ റേ എം റീജിയൻ ഡിയെ ലീവ് ചെയ്യുന്നത് ρ=2 എന്നുള്ള സ്ഫിയറിലൂടെയാണ്. സോ ഇൻ്റഗ്രേഷൻ്റെ റോയുടെ ലിമിറ്റ്സ് വരുന്നത് ρ=sec φ മുതൽ ρ=2 വരെയാണ്. ദെൻ ആംഗിൾ തീറ്റ ഏത് തന്നെയായാലും ആംഗിൾ ഫൈയുടെ മിനിമം വാല്യൂ φ=0 ആണ്. ഫൈയുടെ മാക്സിമം വാല്യൂ കണ്ടുപിടിക്കുവാൻ ഇതിലെ m2 എന്നുള്ള റേയും അതിന് കറസ്പോണ്ടിങ് ആയിട്ടാണ് ഫൈക്ക് മാക്സിമം വാല്യൂ കിട്ടുന്നത്. അതുകൊണ്ടാണ് m2 എന്നുള്ള റേ കൺസിഡർ ചെയ്തത്. സോ m2 എന്നുള്ള റേയും z ആക്സിസും z=1 എന്നുള്ള ലൈനും കൂടി ബൗണ്ട് ചെയ്യുന്ന ട്രയാങ്കിൾ കൺസിഡർ ചെയ്യുക. അതിൽ ആംഗിൾ ഫൈയുടെ അഡ്ജസൻറ്റ് സൈഡ് 1 യൂണിറ്റും ഹൈപ്പോട്ടേനിയസ് 2 യൂണിറ്റ്സുമാണ്. സോ cos φ = 1/2. സോ φ = cos ഇൻവേഴ്സ് 1/2 which is equal to π/3. അതാണ് ഫൈയുടെ മാക്സിമം വാല്യൂ. സോ ഫൈ വാല്യൂ ചെയ്യുന്നത് φ=0 മുതൽ φ =π/3 വരെ. റീജിയൻ ആറിനെ ഫുള്ളായിട്ട് കവർ ചെയ്യുവാൻ റേ എൽ പോസിറ്റീവ് x ആക്സുമായി ഉണ്ടാക്കുന്ന ആംഗിൾ തീറ്റ=0 മുതൽ തീറ്റ=2π വരെ വാരി ചെയ്യണം. അതായിരിക്കും ഇൻ്റഗ്രേഷൻ്റെ തീറ്റയുടെ ലിമിറ്റ്സ്. ദെൻ ഇതെല്ലാം യൂസ് ചെയ്ത് നമുക്ക് റീജിയൻ ഡിയുടെ വോളിയം കണ്ടുപിടിക്കാം. നമുക്കറിയാം വോളിയം ഓഫ് എ ക്ലോസ്ഡ് ആൻഡ് ബൗണ്ടഡ് റീജിയൻ ഡി =(D) dV. ദെൻ സ്ഫെറിക്കൽ കോർഡിനേറ്റിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ (D) ρ² sin φ dρ dφ dθ. ദെൻ നമ്മൾ ഇൻ്റഗ്രേഷൻ്റെ ലിമിറ്റ്സ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ് ഈസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ θ=0 to θ=2π, ഇൻ്റഗ്രൽ φ =0 to φ π/3, ഇൻ്റഗ്രൽ ρ=sec φ to ρ=2 ρ² sin φ dρ dφ dθ. ഇത് നമ്മൾ ആദ്യം വിത്ത് റെസ്പെക്ട് റോ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. ആ ടൈമിൽ വേരിയബിൾസ് ഫൈ ആൻഡ് തീറ്റ കോൺസ്റ്റൻ്റ് ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. സോ സൈൻ ഫൈ ഒരു കോൺസ്റ്റൻ്റ് ആയിരിക്കും. ρ² ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു റോയാണ് ρ³ / 3. അത് യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π ഇൻ്റഗ്രൽ 0 to π/3 ρ³ / 3 sin φ dφ dθ. റോയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്. അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π ഇൻ്റഗ്രൽ 0 to π/3 8/3 - sec³ φ / 3 sin φ dφ dθ.
ദെൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഫൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നു. വിത്ത് റെസ്പെക്ട് ടു ഫൈ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിനെ നമ്മൾ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തേതിൽ നമുക്ക് സബ്സ്റ്റിറ്റ്യൂഷൻ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് അതിനെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുന്നത്. അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π 8/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/3 sin ഫൈ ഡി ഫൈ മൈനസ് 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/3 sec³ ഫൈ sin ഫൈ ഡി ഫൈ ഡി തീറ്റ. ദെൻ ആദ്യത്തേതിൽ നമുക്ക് സാധാരണ പോലെ ഇൻ്റഗ്രേറ്റ് ചെയ്യാവുന്നതാണ്. സൈൻ ഫൈയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ്, മൈനസ് കോസ് ഫൈ. അതുപോലെ തന്നെ രണ്ടാമത്തെ ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ sec³ ഫൈക്ക് പകരം 1/cos³ ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുന്നു. അതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π മൈനസ് 8/3 കോസ് ഫൈ മൈനസ് 1/3 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to π/3 1/cos³ ഫൈ sin ഫൈ ഡി ഫൈ ഡി തീറ്റ. ദെൻ സെക്കൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രലിൽ സൈൻ ഫൈ ഡിവൈഡഡ് ബൈ cos³ ഫൈയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫൈ കണ്ടുപിടിക്കുവാൻ വേണ്ടി അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ഇൻഡെഫിനിറ്റ് ഇൻ്റഗ്രൽ കൺസിഡർ ചെയ്യുന്നു. അതിൽ പുട്ട് യു ഈക്വൽ ടു കോസ് ഫൈ, ദെൻ ഡി യു ഈക്വൽ ടു മൈനസ് സൈൻ ഫൈ ഡി ഫൈ. ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ യൂസ് ചെയ്യുമ്പോൾ ഇൻ്റഗ്രൽ സൈൻ ഫൈ ഡിവൈഡഡ് ബൈ cos³ ഫൈ ഡി ഫൈ ഈക്വൽ ടു മൈനസ് ഓഫ് 1/u³ ഡി യു. ദെൻ അതിന് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ വിത്ത് റെസ്പെക്ട് ടു യു ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ മൈനസ് യു റേസ് ടു -3 + 1 ഡിവൈഡഡ് ബൈ -3 + 1 + c, അതായത് മൈനസ് യു റേസ് ടു -2 ഡിവൈഡഡ് ബൈ -2 + c വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/u² + c. ദെൻ യുവിന് പകരം കോസ് ഫൈ എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു 1/cos² ഫൈ + c വിച്ച് ഇസ് ഈക്വൽ ടു 1/2 ഇൻറ്റു sec² ഫൈ + c. സോ സൈൻ ഫൈ ഡിവൈഡഡ് ബൈ cos³ ഫൈയുടെ ഒരു ആൻറ്റി ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഫൈ ആണ് 1/2 ഇൻറ്റു sec² ഫൈ. അത് യൂസ് ചെയ്ത് നമുക്ക് സെക്കൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഫസ്റ്റ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അവിടെ ഫൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, അത് അപ്ലൈ ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ സെക്കൻഡ് ഡെഫിനിറ്റ് ഇൻ്റഗ്രൽ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം. ഇതെല്ലാം ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π മൈനസ് 8/3 ഇൻറ്റു കോസ് π/3 മൈനസ് കോസ് 0 മൈനസ് 1/3 ഇൻറ്റു 1/2 ഇൻറ്റു sec² ഫൈ ഡി തീറ്റ. ഫൈയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുവാനുണ്ട്, അത് അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അതുപോലെ തന്നെ ഇവിടെ കോസ് π/3 എന്നുള്ളത് 1/2 ആണ്, അതുപോലെ കോസ് 0 എന്നുള്ളത് 1 ആണ്. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π മൈനസ് 8/3 ഇൻറ്റു 1/2 മൈനസ് 1 മൈനസ് 1/6 ഇൻറ്റു sec² π/3 മൈനസ് sec 0 ഡി തീറ്റ. ദെൻ sec π/3 2 ആയതുകൊണ്ട് sec² π/3 4 ആണ്, അതുപോലെ sec² 0 1 ആണ്. ഇതെല്ലാം യൂസ് ചെയ്യുമ്പോൾ ഇറ്റ്സ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π മൈനസ് 8/3 ഇൻറ്റു മൈനസ് 1/2 മൈനസ് ഓഫ് 1/6 ഇൻറ്റു 4 മൈനസ് 1 ഡി തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു ഇൻ്റഗ്രൽ 0 to 2π 4/3 മൈനസ് 1/2 ഡി തീറ്റ വിച്ച് ഇസ് ഈക്വൽ ടു 5/6 ഇൻറ്റു ഇൻ്റഗ്രൽ 0 to 2π ഡി തീറ്റ. ദെൻ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ 5/6 ഇൻറ്റു തീറ്റ എന്ന് കിട്ടും. തീറ്റയുടെ അപ്പർ ലിമിറ്റും ലോവർ ലിമിറ്റും അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ വിച്ച് ഇസ് ഈക്വൽ ടു 5/6 ഇൻറ്റു 2π വിച്ച് ഇസ് ഈക്വൽ ടു 5π/3. അതാണ് ഗിവൺ റീജിയൻ ഡിയുടെ വോളിയം.